ഇനി നമ്മൾ പോകുന്നത് ബേപ്പൂരിലേക്കാണ്. ബേപ്പൂരിൽ നമുക്കറിയാം, ബേപ്പൂർ തീരത്തിന് 144 കിലോമീറ്റർ അപ്പുറമാണ്, 78 നോട്ടിക്കൽ മൈൽ അപ്പുറമാണ് കപ്പൽ അപകടമുണ്ടായത്. അപ്പോൾ സ്വാഭാവികമായും ബേപ്പൂരിൽ അതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. AK ലതീഷ് നമ്മളോടൊപ്പം ചേരുകയാണ് ബേപ്പൂരിൽ നിന്ന്. ലതീഷ്, ഇപ്പോൾ ബേപ്പൂരിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? അവിടെ നിന്ന് 144 കിലോമീറ്റർ അപ്പുറമാണ് അപകടമുണ്ടായത്. പക്ഷേ എങ്കിൽ പോലും ബേപ്പൂർ തീരത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന ജാഗ്രത, നിരീക്ഷണ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? മനു, തീരദേശത്ത് കനത്ത ജാഗ്രത തുടരുകയാണ്. കാരണം ഏതെങ്കിലും കാരണവശാൽ ഈ കണ്ടെയ്നറുകൾ ഉൾപ്പെടെ തീരദേശത്തേക്ക് എത്താനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഹൈദരാബാദ് ആസ്ഥാനമായ ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം അത്തരമൊരു റിപ്പോർട്ട് ഇന്നലെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് 3 ദിവസത്തിനകം കോഴിക്കോടിനും കൊച്ചിക്കുമിടയിൽ ഈ കടലിൽ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ എത്തിപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റൽ പോലീസിനും അതേപോലെ തന്നെ കോസ്റ്റ് ഗാർഡിനും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ളൊരു നിരീക്ഷണം ഈ തീരങ്ങളിൽ, പ്രത്യേകിച്ച് കോഴിക്കോട്, കണ്ണൂർ, അതേപോലെ തന്നെ അതുവഴി മലപ്പുറം തുടങ്ങി കൊച്ചി വരെയുള്ള തീരങ്ങളിൽ അത്തരത്തിലൊരു ജാഗ്രത തുടരുന്നുണ്ട്. എന്നാൽ അസ്വാഭാവികമായി ഇതുവരെ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. ആ നിലയിൽ എന്തെങ്കിലും അസ്വാഭാവികമായ എന്തെങ്കിലും കാണുകയാണെങ്കിൽ കോസ്റ്റൽ പോലീസിനെയോ കോസ്റ്റ് ഗാർഡിനെയോ ഒക്കെ വിവരം അറിയിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നെല്ലാം വന്നിരിക്കുന്നത്. മനു സൂചിപ്പിച്ച പോലെ തന്നെ 78 നോട്ടിക്കൽ മൈൽ അകലെ എന്ന് പറയുമ്പോൾ 144 കിലോമീറ്റർ അകലെയാണ് ബേപ്പൂർ തുറമുഖത്തു നിന്നും പരിശോധിക്കുകയാണെങ്കിൽ. അതായത് ഇന്നലെ 11 മണിക്ക് ബേപ്പൂരിൽ നിന്നും പുറപ്പെട്ട കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ട് അവിടെ എത്താൻ തന്നെ 3:30 മണിയായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് അത്രയും ദൂരത്തിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത്, പുറംകടലിലാണ് അപകടം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാറ്റിൻ്റെ ഗതി, ഒപ്പം ഈ പറയുന്ന തിരമാലയുടെ ശക്തി എന്നിവയൊക്കെ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ നീക്കം ഉണ്ടാവുക. 20-ലധികം കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ കത്തി അമരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും അത് തീപിടുത്തമാണ് എന്നതുകൊണ്ട് തന്നെ ആഴങ്ങളിലേക്ക് പോകാനും സാധ്യതയുണ്ട് കണ്ടെയ്നറുകൾ. അതല്ല, ഈ കപ്പലിൽ നിന്ന് തീ പിടിക്കാതെ പുറത്തേക്ക് വീഴുന്ന കണ്ടെയ്നറുകൾ, വെള്ളം കയറാത്ത സാഹചര്യത്തിലുള്ള കണ്ടെയ്നറുകളാണ് കൂടുതലും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിൽപ്പെട്ട കണ്ടെയ്നറുകൾ ഒഴുകി വന്നതുപോലെ ഒരു പക്ഷേ കേരള തീരത്തേക്ക് ഉൾപ്പെടെ എത്താനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ആ നിലയിലുള്ള അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ളൊരു ജാഗ്രത നിലവിൽ കേരള തീരത്ത് തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലെ വൈകിട്ട് ഈ ഒരു റിപ്പോർട്ട് വന്ന ശേഷം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയോ അല്ലെങ്കിൽ സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗത്തിൽ നിന്നോ കൂടുതൽ നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊന്നും വന്നിട്ടില്ല.